അമോക്സിൻ ക്ലൗലാനിക് ആസിഡ് എന്ന് പറയുന്ന ഗുളികയുടെ താഴെ കമൻറ്റിൻ്റെ ആ ഒരു വീഡിയോയുടെ കമൻറ്റിൻ്റെ താഴെ ചോദിച്ച ചോദ്യമാണ് സൈനസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന് ഈ മരുന്ന് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. ആൻറ്റിബയോട്ടിക് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ആ ഗുളികയുടെ എഫക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ യൂസ് എന്താണെന്നുള്ളതും ഒക്കെ പറയുന്നൊരു വീഡിയോ ആണ് ആക്ച്വലി അത്. അപ്പോൾ ഒരിക്കലും തന്നെ ഞാൻ പറയുന്നത് ഈ വീഡിയോ കണ്ടിട്ടൊന്ന് നിങ്ങൾ മരുന്ന് വാങ്ങിച്ച് കുടിക്കരുത്. നിങ്ങൾ വാങ്ങിച്ച മരുന്ന് അതിനെപ്പറ്റി നിങ്ങൾ അറിയുക, നിങ്ങൾ അത് ബോധവാനാകുക. നിങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ, സൈനസ് വന്നു കഴിഞ്ഞാലോ പനി വന്നു കഴിഞ്ഞാലോ ജലദോഷം വട്ടവർ തിങ്സ്, നിങ്ങൾക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് എഴുതുന്ന മരുന്നുകൾ, ഞാനിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ ഈ പറയുന്ന മരുന്നുകളുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണാം. കാരണം എന്താണ് മരുന്ന്, ഈ മരുന്ന് എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഈ മരുന്ന് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ്, ഈ മരുന്ന് എങ്ങനെ എടുത്തു വെക്കണം, ഈ കാരണമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറയുന്ന വീടുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ സൈനസ് എന്ന് പറയുന്ന അസുഖത്തിന് മരുന്ന് കുടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷനായി കാണിക്കുന്ന എല്ലാ അസുഖങ്ങൾക്കും ആൻറ്റിബയോട്ടിക് ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ പനിക്കാണെങ്കിൽ അമോക്സിലിൻ ക്ലൗലാനിക് ആസിഡ് മതിയായിരിക്കും, അല്ലെങ്കിൽ സെഫിക്സിൻ മതിയായിരിക്കും, അല്ലെങ്കിൽ സെഫ്പഡോക്സിൻ, പല ആൻറ്റിബയോട്ടിക്കുകളുണ്ടല്ലോ, അതൊക്കെ ആവശ്യമായി വരും. അപ്പം അവരുടെ ഈ രോഗിയുടെ ഫിറ്റ്നസ് ആവട്ടെ, അവരുടെ വയസ്സാവട്ടെ, അവർ പ്രത്യേക കമ്മ്യൂണിറ്റി, ഈ പ്രത്യേക പോപ്പുലേഷന് വരുന്നത്, ഇപ്പോൾ പ്രഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ എൽഡർലി ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുളിക കുടിക്കുന്നുണ്ടോ, ഇതിനെല്ലാം ആസ്പദമാക്കി ഇതെല്ലാം നോക്കി പഠിച്ച്, കാരണം നിങ്ങൾ ഡോക്ടർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ടായിരിക്കും അവരുടെ ഈ പറയുന്ന രീതിക്ക് റെസ്പിറേഷൻ റേറ്റ് എത്രയാണ്, ഹൃദയ സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ, BP എത്രയുണ്ട്, വെയിറ്റ് എത്രയുണ്ട്, പ്രായം എത്രയാണ്, നിങ്ങൾക്ക് മുന്നെന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും താഴെ ഡോക്ടർ മരുന്ന് എഴുതാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യം വളരെ വ്യക്തമായിരിക്കാം. കാരണം അത് ചിലപ്പം സൈനസിന് ബുദ്ധിമുട്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരിക്കും, അപ്പോൾ ആ ഡോക്ടറെ കാണിച്ച മരുന്നായിരിക്കും വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന സംശയം ചോദിച്ചിട്ടുണ്ടായിരിക്കില്ല. ഫൈൻ, ഈ സൈനസ് വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഈ പറയുന്ന ആൻറ്റിബയോട്ടിക്സ് ആയിട്ടുള്ള അമോക്സിൻ എഴുതാറുണ്ട്. ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നിർബന്ധമായിട്ടും മരുന്ന് ഡോക്ടർ നിർദ്ദേശപ്രകാരമല്ലാതെ കുടിക്കുക.